താൻ തോൽക്കുകയും ചെയ്ത നേതാവാണ് ജോസ് കെ മാണി. ജോസ് കെ മാണിയുടെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്തെല്ലാം സാധ്യതകളാണ് തുറന്നിടുന്നത്? ഇത് വിശദമായി പരിശോധിക്കുന്ന നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് ജോസ് കെ മാണിയുടെ ഭാവി വിശകലനം ചെയ്യും. UDF വിട്ട് LDF ചേരാനുള്ള സാഹസിക തീരുമാനം, അത് ശരിയെന്ന് തെളിയിച്ച നേതാവ്. കോഴമാണി എന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് KM മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ തീരുമാനമെടുപ്പിച്ച മകൻ. ഇങ്ങനെ പല കാരണങ്ങളാൽ വ്യത്യസ്തനായ ജോസ് കെ മാണി എന്ന നേതാവിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ഭാവി സാധ്യതകൾ എന്തെല്ലാമാണ്? നായകരുടെ നാളെ പങ്ക്തിയിൽ ഇന്ന് ജോസ് കെ മാണി. ധീരനായ ഒരു നേതാവെന്ന വിശേഷണം ജോസ് കെ മാണിക്കില്ല. പക്ഷേ ധീരമായ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ തൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയിൽ നിർണായക മാറ്റം വരുത്തിയ നേതാവാണ് ജോസ് കെ മാണി. അത്രമേൽ സാഹസികമായിരുന്നു UDF വിട്ട് LDF എത്താനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം. പാളിപ്പോയാൽ തൻ്റെ രാഷ്ട്രീയ ഭാവി ഇരുളടയുകയും അതോടൊപ്പം തന്നെ പിതാവ് KM മാണി രൂപീകരിച്ച കേരള കോൺഗ്രസ് M എന്ന രാഷ്ട്രീയ പാർട്ടി തകരാനോ പല കഷ്ണങ്ങളായി പിളരാനോ ഉള്ള സാധ്യതകൾ അത്രമേലായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയുടെ തുടർജയം വഴി തൻ്റെ രാഷ്ട്രീയ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കാനും അതുവഴി കേരളത്തിലെ ഏറ്റവും ശക്തനായ കേരള കോൺഗ്രസ് നേതാവായി മാറാനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഒന്നാം നമ്പർ കേരള കോൺഗ്രസ്സായി നിലനിർത്താനും ജോസ് കെ മാണിക്ക് കഴിഞ്ഞു. KM മാണിയെപ്പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ കുശാഗ്രബുദ്ധിക്കാരനായ ഒരു നേതാവിൻ്റെ അഭാവത്തിൽ ജോസ് കെ മാണിക്ക് അധികകാലം ഈ പാർട്ടിയെ സ്വന്തം കൈപ്പിടിയിൽ നിർത്താനാവില്ല എന്ന തരത്തിലായിരുന്നു ഒരു പൊതുവായി തുടക്കത്തിലൊക്കെ ഉണ്ടായ വിലയിരുത്തലുകൾ. അധികാര തർക്കവും പിളർപ്പും കേരള കോൺഗ്രസ്സുകാരുടെ ജനിതക ഘടനയുടെ തന്നെ ഭാഗമാണ്. അങ്ങനെ ഒരു പാർട്ടിയെ പിളർപ്പില്ലാതെ കേരള കോൺഗ്രസ്സുകളിൽ ഒന്നാം നമ്പർ പാർട്ടിയായി ഇത്ര കാലം നിലനിർത്താനായി എന്നത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. പുറമേക്കുള്ള പതിഞ്ഞ പ്രകൃതം പോലെയല്ല KM മാണിയുടെ രാഷ്ട്രീയ തന്ത്രജ്ഞത തനിക്കും കൈമുതലായി ഉണ്ടെന്നും ജോസ് കെ മാണി കാലങ്ങൾ കൊണ്ട് തെളിയിച്ചു. കോഴമാണി എന്ന് വിളിച്ച പാർട്ടിക്കാരെ കൊണ്ട് തന്നെയാണ് മാണിസാർ എന്ന് വിളിപ്പിക്കുകയും KM മാണിയെ പുകഴ്ത്തി പറയുകയും അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ പണവും സ്ഥലവും അനുവദിപ്പിക്കുകയും എല്ലാം ചെയ്തത്. അങ്ങനെ ഒരു മകൻ എന്ന നിലയിൽ കൂടിയാണ് ജോസ് കെ മാണിയുടെ പ്രത്യേകത. പിളരാതെ പാർട്ടിയെ നിലനിർത്തുന്നതിലും അധികാരം നിലനിർത്തുന്നതിലും വിജയിച്ചുവെങ്കിലും സ്വന്തം വിജയം ഉറപ്പാക്കുന്നതിൽ ആ മികവ് തെളിയിക്കാൻ ജോസിനായില്ല. പാലയ്ക്ക് ഒരു വിലാസമേ 2019 വരെ ഉണ്ടായിട്ടുള്ളൂ. അത് അരനൂറ്റാണ്ടിലേറെക്കാലം പാലയെ പ്രതിനിധീകരിച്ച KM മാണിയാണ്. പക്ഷേ KM മാണിയെ മാത്രം വിജയിപ്പിച്ച കേരള കോൺഗ്രസ് എമ്മിൻ്റെ അടിത്തറയായ പാലയിൽ